അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ത്രൂ സെൽ മെംബ്രെയിൻ എന്നുള്ള ഭാഗമാണ്. അതായത് സെൽ മെംബ്രെയിനിലൂടെ എങ്ങനെയാണ് പദാർത്ഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, യു ഹാവ് ലേൺഡ് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് സെൽ മെംബ്രെയിൻ. യു ഹാവ് ലേൺഡ്, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. എബൌട്ട് എന്തിനെക്കുറിച്ചാണ്? ദ സ്ട്രക്ചർ ഓഫ് സെൽ മെംബ്രെയിൻ, സെൽ മെംബ്രെയിനിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. വിച്ച് ആർ ദ മെയിൻ കോമ്പണൻസ് ഓഫ് സെൽ മെംബ്രെയിൻ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഏതെല്ലാമാണ് സെൽ മെംബ്രെയിൻ്റെ പ്രധാന ഘടകങ്ങൾ, ഏതെല്ലാം ഘടകങ്ങൾ കൂടിച്ചേർന്നാണ് സെൽ മെംബ്രെയിൻ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ലേബൽ ദം ഇൻ ദ ഇലിസ്ട്രേഷൻ 1.3, അതായത് ഇലിസ്ട്രേഷൻ 1.3യിൽ നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഏതെല്ലാമാണ് സെൽ മെംബ്രെയിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്നുള്ളത്. ഓക്കെ, ഇലിസ്ട്രേഷൻ 1.3യിൽ നിങ്ങൾ കാണുന്നുണ്ട് ആ സ്ട്രക്ചർ ഓഫ് സെൽ മെംബ്രെയിനകത്ത് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്. ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ ഭാഗത്ത് പഠിച്ചിട്ടുണ്ട് എന്താണ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്, എന്താണ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്നുള്ളത്. ഓക്കെ, ഒരു ജീവജാലത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സെല്ലിൻ്റെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റും എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റും എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, രണ്ടാമതായിട്ട് വരുന്നത് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ അതായത് സെല്ലിന് ചുറ്റുമുള്ള ആ ഒരു പാളി അല്ലെങ്കിൽ ഒരു ആവരണം. മൂന്നാമതായിട്ട് സെല്ലിനകത്തുള്ള ആ ഫ്ലൂയിഡ് ആയിട്ടുള്ള സൈറ്റോപ്ലാസം. അപ്പോൾ 3 കാര്യങ്ങളാണ്. ഓക്കെ, കോമ്പണൻസ് ഓഫ് സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണുള്ളത്. 1 ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്, 2 സെൽ മെംബ്രെയിൻ, 3 സൈറ്റോപ്ലാസം. ഇതാണ് സ്ട്രക്ചർ ഓഫ് സെല്ലിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ഭാഗമുള്ളത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. ഹാവിൻഡ് യു അണ്ടർസ്റ്റുഡ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? വൈ സെൽ മെംബ്രെയിൻ ഈസ് ഓൾസോ നോൺ ആസ് പ്ലാസ്മ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനെ എന്തുകൊണ്ടാണ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് കൂടെ അറിയപ്പെടുന്നതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ആ കാരണം എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡിസ്കസ് ചെയ്യുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിൻ്റെ കാരണം എന്താണ്? ദ സെൽ മെംബ്രെയിൻ ഈസ് ഓൾസോ കോൾഡ് പ്ലാസ്മ. ഞാൻ ആ ഉത്തരം പറയുകയാണ്, അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ കാണുന്നില്ല. ഓക്കെ, ദ സെൽ മെംബ്രെയിൻ ഈസ് ഓൾസോ കോൾഡ് പ്ലാസ്മ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നു. ബിക്കോസ്, അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സെൽ കണ്ടെയ്ൻസ് എ ഫ്ലൂയിഡ് കോൾഡ് പ്ലാസ്മ. സെല്ലിനകത്ത് എന്താണ് കാണുന്നത്? ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ഒരു ദ്രാവകമുണ്ട്. അതിൻ്റെ പേരെന്താണ്? പ്ലാസ്മ. ഓൾ സെൽ ഓർഗാനൽസ് ലൈ ഇൻ ദിസ് ഫ്ലൂയിഡ്. അതായത് സെല്ലിനകത്തുള്ള സെല്ലിൻ്റെ എല്ലാ ഭാഗങ്ങളും ഈ ഫ്ലൂയിഡിലാണ് കാണപ്പെടുന്നത്. ദിസ് ഫ്ലൂയിഡ് ഈസ് കവേർഡ് ബൈ സെൽ മെംബ്രെയിൻ. ഈ ഫ്ലൂയിഡിനെ എന്താണ് ചെയ്യുന്നത്? സെൽ മെംബ്രെയിനാണ് കവർ ചെയ്തിരിക്കുന്നത്. സിൻസ് ദിസ് മെംബ്രെയിൻ കവേഴ്സ് ദ ഫ്ലൂയിഡ് പ്ലാസ്മ. അപ്പം ഈ മെംബ്രെയിൻ, ഈ പ്ലാസ്മ എന്ന് പറയുന്ന ഫ്ലൂയിഡിനെ സെൽ മെംബ്രെയിൻ കവർ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇതിനെ ചിലപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ എന്നും പറയുവാറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായെന്ന്. അതായത് സെല്ലിൻ്റെ അകത്തുള്ള സാധനങ്ങളെല്ലാം ഒരു ഫ്ലൂയിഡിലാണ് കാണപ്പെടുന്നത്. ആ ഫ്ലൂയിഡിൻ്റെ പേരാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ആ പ്ലാസ്മയെ കവർ ചെയ്തിരിക്കുന്ന മെംബ്രെയിനാണ് സെൽ മെംബ്രെയിൻ, അല്ലെങ്കിൽ ഈ പ്ലാസ്മയെ കവർ ചെയ്തുകൊണ്ട് ഇതിനെ പ്ലാസ്മ മെംബ്രെയിൻ എന്നും പറയുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് തോന്നുന്നു. only certain molecules can pass through the plasma membrane എന്ന് ഇനി പറയുകയാണ്. ഈ പ്ലാസ്മ മെംബ്രെയിനകത്തൂടെ അല്ലെങ്കിൽ സെൽ മെംബ്രെയിനകത്തേക്കൂടെ ചില പദാർത്ഥങ്ങളുടെ മോളിക്യൂളുകൾ മാത്രമാണ് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് നിങ്ങൾക്കറിയാം, മോളിക്യൂൾ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം. ഒരു പദാർത്ഥം ഏറ്റവും ചെറുതായിട്ട് നമുക്ക് വിഭജിച്ചെടുക്കാൻ പറ്റുന്ന എല്ലാ സ്വഭാവത്തോടും കൂടിയ പദാർത്ഥമായിരിക്കണം. അപ്പം ചില പദാർത്ഥങ്ങൾ മാത്രമാണ് ഈ പ്ലാസ്മ മെംബ്രെയിനിലൂടെ അല്ലെങ്കിൽ സെൽ മെംബ്രെയിനിലൂടെ പോവുകയുള്ളൂ. ഏതെല്ലാം പദാർത്ഥങ്ങളാണ്? ഉദാഹരണമായിട്ട് വാട്ടർ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ക്യാൻ ഈസിലി പാസ് ത്രൂ ഇറ്റ്. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിനിലൂടെ അല്ലെങ്കിൽ സെൽ മെംബ്രെയിനിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുക ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ കടന്നു പോകാവുന്ന പദാർത്ഥങ്ങളാണ് വാട്ടർ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയവ. ബട്ട് സർട്ടൻ സബ്സ്റ്റൻസസ് ആൻഡ് അയോൺസ് ക്യാൻ ഓൺലി പാസ് ത്രൂ സ്പെഷ്യൽ ചാനൽസ് ഓർ പോർസ് പ്രസൻറ്റ് ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ. ചില പദാർത്ഥങ്ങൾക്ക് ചില പദാർത്ഥങ്ങൾ, ഉദാഹരണത്തിന് അയൺസ്, അതുപോലെ തന്നെ അയോൺസ് ക്യാൻ ഒൺലി പാസ് ത്രൂ. ഇവ എങ്ങനെയാണ് പോകുന്നത്? അവ പോകുന്നത് എങ്ങനെയാണ്? ത്രൂ സ്പെഷ്യൽ ചാനൽസ്, അതായത് സ്പെഷ്യലായിട്ടുള്ള ചാനലുകളോ അല്ലെങ്കിൽ പോർസ് പ്രസൻറ്റ് ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിനകത്തുകൂടെ പോകുന്ന ചില ചാനലുകളിൽ കൂടെ മാത്രമാണ് ചില സ്പെഷ്യൽ പദാർത്ഥങ്ങൾ പോവുകയുള്ളൂ. പക്ഷേ പ്ലാസ്മ മെംബ്രെയിനകത്തേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് പോകുന്ന പദാർത്ഥങ്ങളാണ് വാട്ടർ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയവ.
ഓക്കെ, മോളിക്യൂൾസ് ആർ കോൺസ്റ്റൻ്റ്ലി പാസിങ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് സെൽ. അതായത് ഇനി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, മോളിക്യൂൾസ് എങ്ങനെയാണ് തുടർച്ചയായിട്ട്, കോൺസ്റ്റൻ്റ്ലി എന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് പാസിങ് പോവുകയും വരികയും ചെയ്യുന്നു ഔട്ട് ഓഫ് ദ സെൽ, സെല്ലിനകത്തേക്കും പുറത്തേക്കും. ഡോണ്ട് യു വാണ്ട് ടു നോ അബൌട്ട് ഇറ്റ്? നിങ്ങൾക്കത് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കണമോ? ഡു ദ ആക്ടിവിറ്റി ഗിവൺ ബിലോ ടു അണ്ടർസ്റ്റാൻഡ് ദ ലോ വാട്ടർ മോളിക്യൂൾസ് പാസ് ത്രൂ ദ പ്ലാസ്മ മെംബ്രെയിൻ. അതായത് താഴെ തന്നിരിക്കുന്ന ആക്ടിവിറ്റി ചെയ്ത് നിങ്ങൾ എങ്ങനെയാണ് ഈ പ്ലാസ്മ മെംബ്രെയിനിലൂടെ സാധനങ്ങൾ കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്ലാസ്മ മെംബ്രെയിൻ ഈസ് നോൺ ആസ് സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ. ഫൈൻഡ് ഔട്ട്. അപ്പോൾ ഒരു ചോദ്യമാണ്, വൈ പ്ലാസ്മ മെംബ്രെയിനെ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്? അതിൻ്റെ കാരണം ഇവിടെ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്. only certain molecules can pass through the പ്ലാസ്മ മെംബ്രെയിൻ. ചില മോളിക്യൂളുകൾ മാത്രമാണ് പ്ലാസ്മ മെംബ്രെയിനിലൂടെ കടന്നു പോവുകയുള്ളൂ. വാട്ടർ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എക്സെട്ര ആർ ഈസിലി കടന്നു പോകുന്നു. അപ്പം ഈ തരത്തിലുള്ള ചില സാധനങ്ങളെ മാത്രം കടത്തി വിടുന്നത് കൊണ്ടാണ് അതിനെന്ത് പറയുന്നത്? സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്. എന്തിനെ? പ്ലാസ്മ മെംബ്രെയിനെ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ 2-3 കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ഒന്ന്, സെൽ മെംബ്രെയിനെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പ്ലാസ്മ എന്ന് പറയുന്ന ദ്രവത്തിനകത്താണ് സെല്ലിലുള്ള എല്ലാ സാധനങ്ങളും കിടക്കുന്നത്. ഈ പ്ലാസ്മയെ കവർ ചെയ്തിരിക്കുന്ന ഒരു മെംബ്രെയിനാണ്, ഒരു ആവരണമാണ് പ്ലാസ്മ മെംബ്രെയിൻ. അതുകൊണ്ട് അതിനെ പ്ലാസ്മ മെംബ്രെയിൻ എന്നോ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ എന്നോ പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് ഇതിനെ സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറയുന്നത് എന്താണ്? ചില പദാർത്ഥങ്ങളിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, വാട്ടർ മാത്രമാണ് അതിലൂടെ കടത്തി വിടുകയുള്ളൂ. അതുകൊണ്ടാണ് അതിനെ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ വരുന്നത് അടുത്ത ഭാഗത്തേക്കാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ഉദാഹരണം, ഒരു പ്രവൃത്തി ചെയ്യുവാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ടേക്ക് എ തിൻ ഔട്ടർ ലെയർ ഓഫ് സ്പിനാക് ലീഫ്. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു തിൻ ഔട്ടർ ലെയർ ഓഫ് സ്പിനാക് ലീഫ്, അതായത് ഒരു സ്പിനാക്ക് എന്ന് പറയുന്ന ഒരു പച്ചക്കറിയാണ്. അതിൻ്റെ ഒരു ഇലയുടെ ഒരു കഷ്ണം എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കട്ട് ഇറ്റ് ഇൻ ടു 2 pieces. എന്നിട്ട് അതിന് എന്ത് ചെയ്യേണ്ടത്? 2ആയിട്ട് മുറിക്കണം. ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ഫ്രഷ് വാട്ടർ ആൻഡ് അതർ ഇൻ എ കോൺസെൻട്രേറ്റഡ് സോൾട്ട് സൊല്യൂഷൻ. അതെന്താണ് ചെയ്യുന്നത്? ഒരു കഷ്ണത്തിന് നമ്മൾ നല്ല വെള്ളത്തിലേക്ക് വിടുക, ഒരു കഷ്ണത്തിന് നമ്മൾ കോൺസെൻട്രേറ്റ്, അതായത് കണ്ടൻസ് ചെയ്ത്, അതായത് ഉപ്പ് കലക്കിയ വെള്ളത്തിനകത്തേക്ക് ഇടുക. ഓക്കെ, നന്നായിട്ട് ഉപ്പ് കലക്കിയ വെള്ളത്തിൽ ആഫ്റ്റർ 2 minutes, 2 മിനിറ്റ് കഴിഞ്ഞ് ട്രാൻസ്ഫർ ബോത്ത് ദ ലെയേഴ്സ് ടു ദ സ്ലൈഡ്. അത് 2എണ്ണത്തിനെയും കൂടി എന്താ ചെയ്യുക? ഒരു സ്ലൈഡിനകത്തേക്ക് കൊണ്ടുപോയിട്ട് ഒബ്സർവ് അണ്ടർ എ മൈക്രോസ്കോപ്പ്. എന്നിട്ട് നമ്മളോട് പറഞ്ഞ എന്താണ്? ഒരു മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് അതിനെ നിരീക്ഷിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇലിസ്ട്രേറ്റ് യുവർ ഒബ്സർവേഷൻ. എന്നിട്ട് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കമ്പയർ യുവർ ഡ്രോയിങ് വിത്ത് ഫിഗർ 1.2 ആൻഡ് 1.2b. ഓക്കെ, അപ്പോൾ 1.2aയും 1.2bയുമായിട്ട് കമ്പയർ ചെയ്യുക. ഐഡൻറ്റിഫൈ ഈച്ച് ആൻഡ് റെക്കോർഡ് ഇൻ വിച്ച് കോണ്ടെക്സ്റ്റ് ദേ ഒക്വർ. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഏത് സാഹചര്യത്തിലാണ് ചെയ്യിക്കുന്നത്? ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, ഉള്ളിൽ ഒരു വലിയ പദാർത്ഥമായിട്ടിരിക്കുന്ന ഒന്ന് നമ്മൾ കാണുന്നുണ്ട്. അത് സാധാരണ വെള്ളത്തിലിട്ടതും ഇവിടെ ഒന്ന് ചുരുങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഫിഗർ 1.2b എന്ന് പറയുന്ന ഉപ്പുവെള്ളത്തിലിട്ടതുമായിരിക്കും. അത് എങ്ങനെയാണെന്ന് ഇനി താഴേക്ക് വരുമ്പോൾ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. ഒബ്സർവ് ഫിഗർ 1.2a ആൻഡ് 1.2b ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ചേഞ്ച് ദാറ്റ് ഹാപ്പൻ ഇൻ ദ സെൽ. ആ സെല്ലിനകത്ത് വന്നിരിക്കുന്ന മാറ്റം എന്താണെന്ന് നോക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒന്ന് സെല്ല് വളരെ വിശാലമായിട്ടുള്ള അതിൻ്റെ വാട്ടർ കണ്ടൻറ്റുകൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്നിൽ അത് ചുരുങ്ങിപ്പോയിരിക്കുന്നതായിട്ടും മറ്റൊന്ന് വികസിച്ച് തന്നെ നിൽക്കുന്നതുമായിട്ടുമാണ് കാണപ്പെടുന്നത്. ഫിഗർ 1.2b വികസിച്ചിരിക്കുന്നതുമായിട്ടാണ് കാണപ്പെടുന്നത്. ബേസ്ഡ് ഓൺ ദ ഇലിസ്ട്രേഷൻ 1.4 നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, താഴെയാണ് 1.4 എന്ന ഇലിസ്ട്രേഷൻ തന്നെ. അനലൈസ് ദ റിസൾട്ട് ഓഫ് ദ ഒബ്സർവേഷൻ. നമ്മളുടെ നിരീക്ഷണത്തിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ വിശകലനം ചെയ്യുക. ഇൻഡിക്കേറ്റ് ആൻഡ് റെക്കോർഡ് ഇൻഫറൻസ്. എന്നിട്ട് നിങ്ങൾ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ നിഗമനങ്ങൾ എഴുതി ചേർക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഈ ഭാഗം ഈ പിക്ചറിലേക്ക് വരിക. സെമി പെർമിയബിൾ മെംബ്രെയിൻ, അതായത് ഇവിടെ തന്നിരിക്കുന്ന ഏതാണ്? ഇലിസ്ട്രേഷൻ 1.4 ഫ്ലോ ഓഫ് വാട്ടർ മോളിക്യൂൾസ്. ഇവിടെ നമ്മൾ എന്താണ്? ജലത്തിൻ്റെ കണികകളുടെ ഒഴുക്കിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇൻ എ ബീക്കർ ഫ്രഷ് വാട്ടർ ആൻഡ് സോൾട്ട് വാട്ടർ ആർ സെപ്പറേറ്റഡ് ബൈ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഒരു ബീക്കർ എടുത്തിരിക്കുകയാണ്. ആ ബീക്കർ നമ്മൾ കാണിച്ചിരുന്നത് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ എക്സ്പെരിമെൻറ്റ് കാണിച്ചിരിക്കുന്ന ബീക്കർ ഒന്ന് നോക്കിക്കുക. അവിടെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് വാട്ടറും ഒരു സ്ഥലത്ത് ജലവും വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാവുന്നതാണ് വയലറ്റ് കളറിലുള്ളത് എന്താണ്? വാട്ടർ മോളിക്യൂൾസ് ആണ്.
ആ ചാരനിറത്തിലുള്ള ഇത് കാണുന്ന എന്താണ്, മഞ്ഞ നിറം പോലെ കളപ്പെടുന്ന എന്താണ്, സോൾട്ട് മോളിക്യൂൾസ് ആണ്. ഇനിയാണ് നമ്മൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫ്ലോ ഓഫ് വാട്ടർ എങ്ങനെയാണ് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം. അപ്പം ബിഗിനിങ്ങിൽ എങ്ങനെയാണ്, ഒരു സൈഡിൽ നിറച്ച്, അതായത് ഒരു സൈഡിൽ മുഴുവൻ എന്താണ് ഉണ്ടായിരുന്നത്, വെള്ളവും ഒരു സൈഡിൽ ഒരു ഇച്ചിരി ജലത്തിൻ്റെ കണികകളുമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഉപ്പിൻ്റെ അംശമായിരുന്നു അവിടെ കൂടുതലായിട്ടുണ്ടായിരുന്നത്. രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയാണ്, ഈ വാട്ടർ മോളിക്യൂൾ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് ജലാംശങ്ങൾ ഉപ്പ് കൂടുതലുള്ള സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഇത് ജലമുള്ള സ്ഥലത്തേക്ക് ഉപ്പ് വരാത്തതെന്ന്. ഇത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. അതായത് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ കാണപ്പെടുന്നത്. ഓക്കെ, ഇനി കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ എക്സ്പെരിമെൻറ്റ്. എങ്ങനെയാണ് വാട്ടർ മോളിക്യൂൾ കൂടിയിരുന്നത് ബിഗിനിങ് ഓഫ് ദ എക്സ്പെരിമെൻറ്റ്, അതായത് എക്സ്പെരിമെൻറ്റ് പരീക്ഷണം തുടങ്ങുമ്പോൾ എ എന്ന് പറയുന്ന സ്ഥലത്ത് വാട്ടർ മോളിക്യൂൾ കൂടുതലും ബി എന്ന് പറയുന്ന സ്ഥലത്ത് വാട്ടർ മോളിക്യൂൾ വളരെ കുറവുമായിട്ടാണ് കണ്ടെപ്പെട്ടിരുന്നത്. രണ്ടാമത്തെ പോയിന്റ്, കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ആഫ്റ്റർ 1 അവർ. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ബീക്കറിനകത്തേക്ക് നമ്മൾ നോക്കുക. അപ്പോൾ വാട്ടർ മോളിക്യൂൾ എങ്ങനെയാണ്, 2 സ്ഥലത്തേക്കും വാട്ടർ മോളിക്യൂൾ തുല്യമായിട്ട് വ്യാപിച്ചതായിട്ട് കാണപ്പെടുന്നു. ഡിറക്ഷൻ ഓഫ് ദ ഫ്ലോ ഓഫ് വാട്ടർ മോളിക്യൂൾസ്. ഏത് ഡിറക്ഷനിലേക്കാണ് വാട്ടർ മോളിക്യൂൾ പോയിരിക്കുന്നത്, ഏത് ഭാഗത്തേക്കാണ്, ഇവിടെ എന്താണ് പറയുന്നത്, വാട്ടർ മോളിക്യൂൾസ് കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറവുള്ള ഭാഗത്തേക്കാണ് വാട്ടർ മോളിക്യൂൾസ് പോയിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതായത് ഒരു സൈഡിൽ വെള്ളവും ഒരു സൈഡിൽ ഉപ്പും വെച്ച് സെമി പെർമിയബിളുമായിട്ട് അത് വിഭജിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് ഉപ്പ് കുറവുള്ള സ്ഥലത്തേക്ക്, ഉപ്പ് കൂടുതലുള്ള സ്ഥലത്തേക്ക് വെള്ളം കുറവുള്ള സ്ഥലത്തേക്ക്, വെള്ളം കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് വെള്ളത്തിൻ്റെ മോളിക്യൂളുകൾ യാത്ര ചെയ്യുന്നു അല്ലെങ്കിൽ പോകുന്നു എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇനി എന്താ ചെയ്യുന്നത്, ഇൻ ദ പ്ലേസ് ഓഫ് സെമി permeable membrane in illustration 1.4 there is a plasma membrane of spinac റിയോസെൽ. അപ്പം ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇതിൻ്റെ അകത്ത് ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് എ സ്പിനാക്, അതായത് ഒരു സ്പിനാക്കിൻ്റെ പ്ലാസ്മ മെംബ്രെയിനാണ് വെച്ചിട്ടുള്ളത്. ഈസ് ഇറ്റ് ദെയർ, അവിടെ ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. വൈ ഡിഡ് ദ സെൽ ദാറ്റ് വാസ് ഇമേഴ്സ്ഡ് ഇൻ ദ സോൾട്ട് വാട്ടർ ഷ്രിങ്ക്. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആദ്യം കണ്ട ഭാഗത്ത് ഉള്ള ഇതിനകത്ത് നമ്മൾ കാണുന്നുണ്ട് ഒരെണ്ണം ഷ്രിങ്ക് ചെയ്ത് ചുരുങ്ങിപ്പോവുകയും ഒരെണ്ണം വികസിച്ച് തന്നെ ഉപ്പിലിട്ടിരിക്കുന്നത് വികസിച്ചിരിക്കുകയും ചെയ്തിട്ടില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് വികസിച്ച് വന്നിരിക്കുന്നത്? ആ പിക്ചറിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒന്ന് വികസിച്ചും ഒന്ന് ചുരുങ്ങിയും തന്നെ ഇരിക്കുന്നത്. കാരണം എന്താണ്, അത് ഉപ്പിനകത്തേക്ക് ഇട്ടതിൻ്റെ അകത്ത് എന്ത് പറ്റിയിരിക്കുന്നു, അത് ഉപ്പ് കൂടുതലുള്ള സ്ഥലത്തേക്ക് വാട്ടർ മോളിക്യൂള് ആ സ്പിനാക്കിൻ്റെ ഇലയിൽ ഉണ്ടായിരുന്ന വാട്ടർ മോളിക്യൂൾസ് പ്രവേശിച്ചത് കൊണ്ടാണ് അത് ചുരുങ്ങിപ്പോയത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഈ ഓസ്മോസിസ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഫ്രം എ റീജിയൻ ഓഫ് ഇറ്റ്സ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ഇറ്റ്സ് ലോവർ കോൺസെൻട്രേഷൻ. ഇനി നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ജലത്തിൻ്റെ ഒരു സ്വഭാവമാണ് അതിൻ്റെ ഹയർ കോൺസെൻട്രേഷനുള്ള സ്ഥലത്ത് നിന്ന് ലോവർ കോൺസെൻട്രേഷനുള്ള സ്ഥലത്തേക്ക് ജലകണികകൾ പോകുന്നുണ്ട്. ഇങ്ങനെ ജലകണികകളുടെ മാറ്റത്തിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഓസ്മോസിസ്? ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മൂവ്മെൻറ്റ്, ഇതൊരു ചലനമാണ്. എന്താണ്? വാട്ടർ മോളിക്യൂൾസ്, വാട്ടർ മോളിക്യൂളുകളുടെ ഒരു ചലനമാണ്. ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ, അതായത് കൂടുതൽ ജലമുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തേക്ക് ജലകണികകളുടെ ആ യാത്രയെയാണ് എന്ത് പറയുന്നത്? ഓസ്മോസിസ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ്? ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ ഇങ്ങനെ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറച്ചുള്ള സ്ഥലത്തേക്ക് ജലത്തിൻ്റെ പോക്കിനെയാണ് എന്ത് പറയുന്നത്? ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. വാട്ട് ഹാപ്പൻസ് ടു റേസിൻസ് പ്ലേസ്ഡ് ഇൻ ഫ്രഷ് വാട്ടർ ആൻഡ് വൈ? റേസിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? റേസിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്കമുന്തിരിയെ വെള്ളത്തിലിട്ടാൽ എന്ത് പറ്റും? ഉണക്കമുന്തിരിക്ക വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എന്താ പറ്റുക? അത് വികസിക്കുന്നു. ദേ എക്സ്പാൻഡ്സ്. വൈ ഇറ്റ് ഈസ് എക്സ്പാൻഡഡ്? ബിക്കോസ് വാട്ടർ മോളിക്യൂൾസ് ഗോസ് ടു എ പ്ലേസ് വെയർ ദർ ഈസ് ലെസ് വാട്ടർ മോളിക്യൂൾ ഓർ ദർ ഈസ് നോ വാട്ടർ മോളിക്യൂൾസ് ആൻഡ് ഇഫ് ഇൻ വൺ പ്ലേസ് ഇറ്റ് ഈസ് ദർ ആൻഡ് ദ റേസിൻസ് ദാറ്റ് മെംബ്രെയിൻ ഈസ് ദർ, ഔട്ടർ കവർ ഈസ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. സോ ത്രൂ ദാറ്റ് മെംബ്രെയിൻ ദ വാട്ടർ മോളിക്യൂൾസ് ഗോ ഇൻസൈഡ് ആൻഡ് ഇറ്റ് ഗെറ്റ്സ് എക്സ്പാൻഡഡ്. ഓക്കെ, ഇത് ഈ ഉണക്കമുന്തിരി മാത്രമല്ല, നമ്മൾ ഉണങ്ങി വെച്ചിരിക്കുന്ന പല സാധനങ്ങളും നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് ചീർത്ത് വരുന്നു അല്ലെങ്കിൽ വീർത്ത് വരുന്നതിൻ്റെ കാരണം എന്താണ്? വാട്ടർ മോളിക്യൂൾസ് അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത് കൊണ്ടാണ്. സപ്പോസ് ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് വാട്ടർ മൂവ്സ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ സെൽ ത്രൂ ഓസ്മോസിസ്. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കുക എങ്ങനെയാണ് ഓസ്മോസിസ് പ്രകാരമാണ് ജലം
ഒരു സെല്ലിനകത്തേക്ക് കയറുകയും പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ചോദ്യമായിട്ട് ചോദിക്കുക, ഹൗ ഡസ് ദ വാട്ടർ വിത്ത് വാട്ട് പ്രിൻസിപ്പിൾസ് ദ വാട്ടർ മൂവ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് എ സെൽ എന്ന് ചോദിച്ചാൽ ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ജലം ഒരു കോശത്തിനകത്തേക്കും പുറത്തേക്കും പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ജലം ഒരു കോശത്തിനകത്തേക്കും പുറത്തേക്കും പോകുന്നത് ഓസ്മോസിസ് എന്ന ആ ഒരു തത്വം അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന്. ഐ സപ്പോസ് ഓൾ ഓഫ് യു ഈ ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കിയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം.